ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഉള്ളിയും തക്കാളിയും വഴറ്റാണ്ട് ചിക്കനൊന്നും പൊരിക്കാണ്ട് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ രുചികരമായ ഒരു ബിരിയാണിയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും കേട്ടോ. കാരണം നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയാണ്. അപ്പോൾ ഇതാ നമ്മൾ 1.5 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇതാ ഇത്രയും പോകുന്ന 2 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 4-5 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, 2 ഏലക്ക ഇത് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു സ്റ്റാറിൻ്റെ കഷ്ണം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലിടാൻ മറന്നുപോയി. ഇപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിൽ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 2 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.25 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ചതച്ചത് മൊത്തത്തിൽ നമ്മൾ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. കശ്മീരി മുളക് പൊടി ഒന്നല്ല, സാധാ മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ റെഡ് കളറോ ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് കളറൊക്കെ ചിക്കനിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷെ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാണ്ടാണ് ബിരിയാണി വെക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മല്ലിപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ മല്ലിപ്പൊടി ഇല്ലാണ്ട് നല്ല രുചിയാണ് കേട്ടോ നമ്മുടെ ചിക്കന്. ഞാൻ അധികം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെയാണ് കേട്ടോ വരുന്നത് വായൽ. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് നമ്മളിതൊരു 1/2 മണിക്കൂർ ഫ്രീസറിലാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഈ ചിക്കനിൽ നമ്മൾ എല്ലാ മസാലയും ഒന്ന് എളുപ്പത്തിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് 1/2 മണിക്കൂർ ഫ്രീസറിൽ വെക്കുന്നത്. ഇനി തലേ ദിവസമൊക്കെ നമുക്ക് ചിക്കൻ കിട്ടുകയാണെന്ന് വെച്ചാൽ ഇതുപോലെ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോ സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ നുറുക്കി എടുത്തിട്ടുണ്ട്. നീളത്തിൽ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊരിക്കാൻ പാകത്തിന് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാ മൊത്തത്തിൽ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ തക്കാളിയാണ്, അത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനും ഈ ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ 2-3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വഴറ്റിയെടുക്കാനുള്ള സൺഫ്ലവർ ഓയിലൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് കൈ വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മസാല തിരുമ്പി വെച്ചത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലോണം തണുപ്പൊന്നും ഇല്ല കേട്ടോ. 1/2 മണിക്കൂറാണ് നമ്മൾ വെച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളിയുടെ മേലെ ഇളക്കൊന്നും ചെയ്യരുത്. നമുക്ക് ഉള്ളിയുടെ മേലെ ഇത് നിരത്തി വെച്ച് കൊടുക്കാം മൊത്തത്തിൽ. അപ്പോൾ ഇതാ മൊത്തത്തിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള മസാല ഞാൻ ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മേലെ. ഇനി നമ്മൾ ഇത് അടച്ച് വെച്ച് 2 വിസിലാണ് കേട്ടോ അടുപ്പിച്ചെടുക്കുന്നത്. 2 വിസിൽ അടുപ്പിച്ചെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചിക്കന് വേവേറിപ്പോകും. അപ്പോൾ ഇതാ 2 വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളിത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വിസിലടിച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു പാത്രത്തിൽ അളന്നെടുക്കാം കേട്ടോ. അതിനനുസരിച്ച് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കൈമാ റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വേവുള്ള അരിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതാ ഇതുപോലെ ഒരു ബൗളിൽ അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനും 2 വിസിൽ അടിച്ചിട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. ഇത് ഓഫാക്കിയ അപ്പം തന്നെ നമ്മൾ ഇതിലേക്കുള്ള ചോറ് തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വഴുകി പോകരുത്. നമ്മുടെ കുക്കറിലുള്ളത് ചൂടാറാണ്ടിരിക്കാനാണ്. ഇപ്പോൾ ഇതാ നമ്മൾ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും കുറവാക്കിയിട്ടും ഒക്കെ എടുക്കാം കേട്ടോ. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പ് ഒരു 4-5 എണ്ണം, പിന്നെ 1 കഷ്ണം സ്റ്റാർ, 2 ഏലക്ക, കുറച്ച് കുരുമുളക്, 1 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ ഇതുപോലെ 2-3 കഷ്ണം പട്ട ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അളന്നെടുത്ത പാത്രത്തിനാണ്, അരി അളന്നെടുത്ത പാത്രത്തിന്
1.5 പാത്രം വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചെടുക്കുന്നത്. 1.5 പാത്രമാണ്, കൂടുതലല്ല. 1.5 പാത്രം വെള്ളമാണ്. ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ വെള്ളത്തിൽ നിന്ന് മുന്തി നിൽക്കണം കേട്ടോ, അതുവരെ ഇട്ട് കൊടുക്കണം. പാകത്തിനാവണം, കൂടുതലും ആവരുത് കുറവും ആവരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അരി ഞാൻ വലിയ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. വെള്ളം അത് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കാം. അരിയിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നല്ലോണം വാർത്തെടുക്കണം. ഒരു തുള്ളി പോലും അരിയിൽ വെള്ളം പാടില്ല. നമ്മൾ കറക്റ്റ് വെള്ളം ആവാനാണ്. ഇനി ഇത് നമ്മൾ ഈ കുടുക്കയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, കലത്തിലേക്ക്. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണ് ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഇത് നല്ലോണം ഒന്ന് തിളക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് തിളക്കുക. നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വരുമല്ലോ, നല്ലോണമല്ല, നല്ലോണം ഒന്ന് തിളക്കുമ്പോൾ തന്നെ നമ്മുടെ അരി ഒന്ന് ചെറുതായിട്ട് നമുക്ക് ബിരിയാണിക്ക് വെക്കുമ്പോൾ ഒന്ന് വറ്റി വരില്ലേ. അപ്പോൾ ഒന്ന് നല്ലോണം തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൽ എയറൊക്കെ അപ്പോഴേക്കിനും പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ കുക്കർ തുറന്നെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. എന്നാൽ ഉടഞ്ഞു പോയിട്ടുമില്ല. മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇത് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് കൂടുതൽ നേരിട്ട് ഇളക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കൂടുതൽ ഇളക്കി എടുക്കണ്ട കേട്ടോ. ഇതാ ഇതുപോലെ. ഇപ്പോൾ ഇതിൽ ചിക്കനിൽ വെള്ളമുണ്ട് കേട്ടോ. ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് വേണം. ഇപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇളക്കൊന്നും ചെയ്യരുത്. ഇതാ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിലുള്ള വെള്ളവും ഒക്കെ മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുക്കറിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. കുക്കറിലുള്ളതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇളക്കിയെടുക്കണില്ല കേട്ടോ. ഇനി ഇത് ഫ്ലെയിം കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് തിളക്കട്ടെ. തിളച്ചതിൻ്റെ ശേഷം നമുക്കിത് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ തന്നെയാണ് വെക്കുന്നത്. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, തിളക്കണുണ്ട്. ഇനി നമുക്ക് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കണുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം. ഇത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി പൊരിച്ചെടുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വഴറ്റിയെടുത്തതും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് അരമണിക്കൂർ ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അരമണിക്കൂർ ആവാൻ നേരത്ത് ഉള്ളി വഴറ്റി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വഴറ്റി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂറാണ്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിത് തുറക്കുന്നത്. ഇപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്ന് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കണില്ല, കാരണം ഞാൻ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടാച്ചിട്ടാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാം. അതല്ല നിങ്ങൾ എപ്പോഴാണ് ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം തുറന്നെടുത്താലും മതി. ഒട്ടും തന്നെ വേവേറി പോകുക ഒന്നുമില്ല. നമുക്ക് ചൂട് കൊടുക്കണേ എപ്പോഴാണ് കഴിക്കണേ അപ്പം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നമുക്കിതൊന്ന് എടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല വെന്ത് വെള്ളമൊന്നും ഒട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയിൽ കിട്ടും. അപ്പോൾ അതിൽ ഇളക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ അടി പിടിക്കില്ല. നമുക്ക് ഉള്ളിയും തക്കാളിയും വഴറ്റണ്ട. നമുക്ക് ചോറൊക്കെ കുറേ നേരം ഇളക്കണ്ട. ബുദ്ധിമുട്ടാണ്ട് നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുമ്പോൾ മരത്തവിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചിക്കനൊക്കെ ഉടഞ്ഞു പോകും. കണ്ടല്ലോ, ചിക്കനൊക്കെ നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ്റെ പോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കുക്കറിലൊക്കെ വേവിച്ചിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല കളറിലും നല്ലതിലും കിട്ടില്ല. അപ്പോൾ അതാ കണ്ടല്ലോ, നിങ്ങൾക്ക് ചിക്കൻ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നമ്മൾ അടിപൊളിയിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. ഇതിൽ മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇനി മല്ലിപ്പൊടി ചേർത്താണ് ബിരിയാണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ മല്ലിപ്പൊടി ചേർക്കാണ്ട് ഇതുപോലെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കണ്ടല്ലോ, നല്ല അടിപൊളി ബിരിയാണിയാണ്. ചിക്കൻ പൊരിക്കാണ്ടാണ് ഉണ്ടാക്കിയിരിക്കണമെന്ന് ആരും തന്നെ പറയില്ല കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.